കാൽസ്യം മുതലായ ഇതുകൊണ്ട് വരാം ഇങ്ങനെയുള്ള കാലിൻ്റെ കോച്ചിപ്പെടുത്താം. അപ്പോൾ ഇങ്ങനെയുള്ള ചില അസുഖങ്ങൾ കൊണ്ട് ഒരുപാട് സിഗരറ്റ് വലിക്കുന്നവർക്കൊക്കെ ഇത് വരാം. ഒരുപാട് നടന്ന് തളരുന്നവർക്കും ഇത് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളൊരു ഡയബറ്റീസ് രോഗിയാണെങ്കിൽ നിങ്ങൾ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്തേ മതിയാവത്തുള്ളൂ. അതുപോലെ നിങ്ങൾ രാത്രി കോച്ചി പിടിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കാൽ ഉയർത്തി വെക്കുക. കാൽ ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാല് വേദന കുറഞ്ഞു കിട്ടും. രണ്ടാമത്, നിങ്ങൾ എക്സസൈസ് എടുക്കുക. അതായത് അധികം ജോലി ചെയ്യാത്തവർ കാല് സ്ട്രെച്ചിങ് എക്സസൈസ് കൊണ്ട് നമ്മുടെ കാല് വേദനയെ അകറ്റുവാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ സോള്, അതായത് ഉപ്പൂറ്റി അവിടുത്തെ ഉള്ള ജോയിൻ്റ് താഴോട്ടും മേളിലോട്ടും ആക്കിയാൽ നമുക്ക് ഒരു എക്സസൈസ് കിട്ടും. പിന്നെ സാധാരണ നമ്മൾ കാണുന്ന ഈ സോഡിയം പൊട്ടാസ്യം എന്ന് പറയുന്ന കുറവുകൾ കൊണ്ടുവരാം. ഈ സോഡിയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ പൊട്ടാസ്യം എന്ന് പറയുന്നതും നമ്മുടെ നെർവ് കണ്ടക്ഷനെ വളരെയധികം ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള സോഡിയത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അത് മാറും. ഇല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ആ സോഡിയത്തിൻ്റെ ലെവൽ എത്രയാണെന്ന് നോക്കും.